നോളേജ് സ്ക്രീനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് 7ാം ക്ലാസ്സിലെ പുതിയ ഒരു ചാപ്റ്ററാണ്. നമ്മുടെ ഭൂമി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എന്താണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചുട്ടുപൊള്ളുന്ന ഒരു ഗ്രഹമായിരുന്നു. പിന്നീടുള്ള തുടർച്ചയായിട്ടുള്ള മഴ പെയ്തിട്ടൊക്കെയാണ് ഭൂമി തണുക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അതിൽ ജീവജാലങ്ങൾ ഉടലെടുത്തു. ഇന്ന് സൗരയൂഥത്തിൽ ആകെ ജീവൻ ഉള്ള ഗ്രഹം എന്ന് പറയുന്നത് ഭൂമി മാത്രമാണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഭൂമിയുടെ ഉൾഭാഗത്തിനെ കുറിച്ചാണ്. ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമുക്ക് കാര്യമായ അറിവുകളൊന്നും ഇല്ല. അപ്പോൾ ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചാണ് ഈ ടോപ്പിക്കിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉള്ളറ. ഭൂമിയുടെ അന്തർഭാഗത്ത് ചൂട് വളരെ കൂടുതലാണ്. ഏകദേശം കേന്ദ്രഭാഗത്തെ ചൂട് എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു 37 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ നമുക്ക് ചൂട് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനുഷ്യന്മാർക്കാണെങ്കിലും സസ്യജാലങ്ങൾക്കും മൃഗങ്ങൾക്കൊന്നും അത് താങ്ങാനുള്ളൊരു ശേഷി ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോഴേക്ക് ചൂട് ഒരുപാട് കൂടുതലാണ്. ഏകദേശം അതിൻ്റെ കേന്ദ്രഭാഗത്ത് ചൂട് എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമുക്കറിയാം ഖനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഭൂമിയുടെ അടിയിൽ ഒരുപാട് ഖനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഖനികൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഏകദേശ ദൂരം എന്ന് പറയുന്നത് വെറും 12 കിലോമീറ്റർ മാത്രമാണ്. ഇനി അവിടെ തന്നെ ഖനികളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കാൻ കഴിയില്ല. ഖനികളുടെ അകത്തേക്ക് പോകുന്നത് യന്ത്രങ്ങളും അതുപോലെ സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഖനികളിലുള്ള ആളുകളൊക്കെ ജോലികളൊക്കെ ചെയ്യുന്നത്. ഇനി ഉപരിതലത്തിൽ നിന്ന് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ഏകദേശ ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്ററാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ചൂട് കൂടിയ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? 5500 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള ഒരു ഭാഗം, ആ ഭാഗത്തിനെ കുറിച്ചുള്ള നമുക്ക് എങ്ങനെയാണ് അറിവുകൾ ലഭിച്ചത്, അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് പ്രധാനമായിട്ട് നമുക്ക് 3 സ്രോതസ്സുകളാണ് ഉള്ളത്. ഒന്നാമത്തത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ. എങ്ങനെയാണ്? അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതിനകത്തുള്ള ഒരുപാട് വസ്തുക്കൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിച്ചാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വടക്കൻ അറ്റ്ലാന്റിക് ഒരു ദ്വീപ് രാഷ്ട്രമായ ഐലൻഡിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി. ആ അഗ്നിപർവ്വതത്തിൻ്റെ പേരാണ് റേക്യാനേസിൽ അഗ്നിപർവ്വതം. അത് പൊട്ടിത്തെറിച്ച് ലാവപ്രവാഹം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ലാവപ്രവാഹം ഉണ്ടാകുമ്പോൾ കുറേ അതിനകത്തുള്ള മെറ്റീരിയൽസൊക്കെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരും. അത് ഗവേഷകർ പഠിക്കുകയും ഭൂമിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ. രണ്ടാമത്തത് ഖനികളിലൂടെയാണ്. ഖനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ശേഖരിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ എർത്ത് ക്വേക്സ്. അപ്പോൾ ഈ ഭൂകമ്പം ആ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുണ്ട്. ആ തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയും ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. അടുത്ത ടോപ്പിക്കാണ് ഭൂമിയുടെ ഘടന. ഇനി ഭൂമിയുടെ ഘടന എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കത്തിന് ക്രസ്റ്റ് എന്ന് പറയും. അതുപോലെ കാമ്പാണ് കോറ്. കാമ്പ് 2 തരത്തിലാണ്: പുറക്കാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോറ്, അകക്കാമ്പ് അല്ലെങ്കിൽ ഇന്നർ കോറ്. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നിൻ്റെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒന്നാമത്തെ പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ഇതിന് താരതമ്യേന നേർത്ത പാളിയാണ്, ഭൂമിയുടെ കനം കുറഞ്ഞ നേർത്ത പാളിയാണ് ഭൂവൽക്കം. ഇവിടെ ഖരപദാർത്ഥങ്ങളുള്ള പാറകളാൽ നിർമ്മിതമാണ്. ഈ ഒരു ഭൂവൽക്കം എന്ന് പറയുന്നത് ഖരരൂപത്തിലാണ്, പാറകളാൽ നിർമ്മിതമാണ് ഈ ഭാഗം. ഇനി ഭൂവൽക്കത്തിനെ വീണ്ടും 2 വിഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെയാണ് വൻകര ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തിൻ്റെ സവിശേഷത കനം വളരെ കൂടുതലാണ്. ഏകദേശം 30 കിലോമീറ്ററാണ് വൻകര ഭൂവൽക്കത്തിൻ്റെ ഒരു കനം എന്ന് പറയുന്നത്. അതേപോലെ പർവ്വത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഏകദേശം 70 കിലോമീറ്റർ വരെ ഈ ഒരു പാളിക്ക് കനം ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ ഭാഗമാണ് സമുദ്ര ഭൂവൽക്കം. സമുദ്ര ഭൂവൽക്കം ശരാശരി 5 കിലോമീറ്റർ വരെ മാത്രമാണ് കനം കാണുകയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ പാളി, ഭൂവൽക്കം. ഇനി അടുത്ത പാളിയാണ് കാമ്പ് അല്ലെങ്കിൽ
കോറ്. മാൻഡിലിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് കാമ്പ് അഥവാ കോറ്. കാമ്പിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്, അകക്കാമ്പ് അതുപോലെ തന്നെ പുറക്കാമ്പ്. ഇതിൽ അകക്കാമ്പ് ഖരാവസ്ഥയിലും പുറക്കാമ്പ് ദ്രവാവസ്ഥയിലുമാണ്. അകക്കാമ്പിൽ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഖരാവസ്ഥയിൽ കാണുന്ന അകക്കാമ്പിൻ്റെയാണ് ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണെന്ന് പറഞ്ഞു. അതേപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ കാമ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹങ്ങളാണ് നിക്കൽ, ഇരുമ്പ്. ഈ രണ്ട് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിതമായതുകൊണ്ട് തന്നെ ഇതിനെ പൊതുവെ പറയുന്ന പേരാണ് നിഫെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ഭൂമിയെ കുറിച്ചിട്ടുള്ള ചെറിയ ടോപ്പിക്ക്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ മറ്റു ടോപ്പിക്സ് ഉൾപ്പെടുത്തും. വീഡിയോ എല്ലാവർക്കും താല്പര്യമുണ്ട്, ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്